ഓൾവേസ് എഗെയിൻസ്റ്റ് മീ. ഞാൻ KBFC 5 മാച്ചസ് അടുപ്പിച്ച് തോറ്റ എൻ്റെ ഹെയർ കട്ട് ചെയ്യാന്നുള്ള ഒരു ചലഞ്ചൊക്കെ വെച്ചപ്പോൾ എക്സാക്ട് 5th മാച്ചിൽ ഈ ഒരു ടീം സമനില നേടി, ഒരു പോയിന്റ് നേടി. അതും ഈ ഒരു സീസണിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെ 92-ാം മിനിറ്റില് അജ്സൽ അടിച്ച ഒരു ഗോളില് നമ്മൾ ഡ്രോ നേടുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ KBFCക്ക് ഫോർച്ചുനേറ്റ് ആയിട്ട് സെക്കൻഡ് ഹാഫ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇഫ്താറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മാച്ചിനെ കുറിച്ചിട്ട് കുറേ ഒന്നും പറയണില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പതിവ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പിന്നെയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ഒപ്പീനിയൻ പറയാം. സംഭവം സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ KBFCയുടെ പേജസിലാണെങ്കിലും ഈവൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചപ്പോൾ വരെ അജ്സൽ എബിൻദാസ്, അതായത് ഗോൾ അടിച്ച ആള്, അസിസ്റ്റ് കൊടുത്ത ആള്, അവർക്ക് പുറമെ മറ്റൊരാളെ പേര് കൂടെ ഈ ഒരു മാച്ചിൽ നന്നായി കളിച്ച പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ന്യൂ സെൻട്രൽ ഡിഫൻഡർ ആയിട്ടുള്ള ഫാലോ. എനിക്ക് ആകെ അറിയേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത്രയും ഹൈപ്പ് ആൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആളുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയത് ആളുടെ ഒരു ഓവറോൾ 90 മിനിറ്റ്സിലെ പെർഫോമൻസ് കണ്ടിട്ടാണോ, അതോ മിഗുവലിനെതിരെ ഉണ്ടായിട്ടുള്ള ആ 2 സ്ലൈഡ് ടാക്കിളും ആ ഒരു പുഷും ആ ഒരു അഗ്രഷനും അതെല്ലാം കൂടെ കണ്ടിട്ടാണോ, ആ ഒരു റീൽ മെറ്റീരിയൽ, സ്റ്റാറ്റസ് മെറ്റീരിയൽ കണ്ടിട്ടാണോ? പേഴ്സണലി ഞാൻ പറയാം, ഓക്കെ, ആൾ ഫസ്റ്റ് ഹാഫിൽ ഹി വാസ് ഡീസെന്റ്. ബിന്ദാസിന്റെ ഒരു കോർണറിൽ ആൾക്കൊരു ഫ്രീ ഹെഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അജ്സലിന് കിട്ടിയ പോലെ. അത് ജസ്റ്റ് മിസ്സായി. ആൻഡ് ആളുടെ ഭാഗത്തുനിന്ന് ഇൻഡിവിജ്വൽ എറേഴ്സോ അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ 2 ടാക്കിൾസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആള് ബോൾ എടുത്തിട്ട് വരെ റെഫറി ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായിട്ട് ഫ്രീ കിക്ക് കൊടുക്കണമെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചറസ്. ഓക്കെ, ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് റെഡ് കിട്ടാനുള്ള ടൈപ്പ് ഓഫ് ടാക്കിളൊക്കെയാണ് ആൾ ചെയ്യേണ്ടത്. അത് മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയേണ്ടത്. ബട്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്ന് ഒരു റെഡ് കാർഡോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് യെല്ലോ അങ്ങനെ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഫാൻസിന്റെ സംസാരമൊക്കെ മാറും. ഇനി വരാൻ പോകുന്ന മാച്ചസിൽ എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് 1-2 റെഡ് കാർഡൊക്കെ കിട്ടും. ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് തൊട്ട് തന്നെ ഇപ്പോൾ ഉള്ള റിസപ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫാൻസ് ആൾക്കെതിരെ തിരിയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കാനും ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ഇപ്പൊ തന്നെ എൻ്റെ ഒരു പ്രിഡിക്ഷൻ പോലെ പറയാണ്. ഹോണസ്റ്റ്ലി ഐ ഹോപ്പ് ഹി വിൽ പ്രൂവ് മി റോങ്. കാരണം ഇയാൾക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് നമുക്കും എനിക്കൊന്നും മെച്ചല്ല. അപ്പം നന്നായി കളിക്കട്ടെ, നല്ല പെർഫോമൻസ് നമ്മുടെ ഡിഫൻസിൽ കാഴ്ചവെക്കട്ടെ, നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടട്ടെ. എന്തായാലും നമ്മൾ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നമ്മൾ മോഹൻകുമാർ സൂപ്പർ ജയൻസിന് ഈക്വൽ ആണ് കേട്ടോ. അവര് 5 മാച്ചസ് ജയിക്കുന്നു തോന്നിയോടുത്ത് ഒരു സമനില 5th മാച്ചിൽ. നമ്മൾ 5 മാച്ച് തോൽക്കുന്നു തോന്നിയോടുത്ത് 5th മാച്ചിലും സമനില. സെയിം ബട്ട് ഡിഫറെന്റ്. നെക്സ്റ്റ് അപ്പ് അൽ നസർ. അണ്ണനില്ലാതെ അവർ വീണ്ടും ഒരു സൗദി പ്രോ ലീഗ് മാച്ചിന് ഇറങ്ങിയതാണ് വേഴ്സസ് അൽ ഖലീജ്. 5 സ്റ്റാർ പെർഫോമൻസ്, 5 ഗോളിന്റെ ജയം. ആൻഡ് പോയിന്റ് ടേബിളിൽ ആ ഒരു 1ാം സ്ഥാനം. ഓക്കെ, അവരിങ്ങനെ സേഫ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക. കാരണം 2ാം സ്ഥാനത്തുള്ള അൽ അഹ്ലി ഇന്നലെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും 4ാം സ്ഥാനത്തുള്ള അൽ ഖദീസിയക്കെതിരെ 90-ാം മിനിറ്റിന് ശേഷം 2 ഗോൾ കൺസീഡ് ചെയ്തിട്ടാണ് അൽ അഹ്ലി തോറ്റത്. അതുകൊണ്ട് തന്നെ അൽ നസറിനെ സംബന്ധിച്ച് ജയിക്കുക, ഇനി അങ്ങോട്ടുള്ള എല്ലാ മാച്ചസും ഈ 4 ടീമുകളെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലാണ്. സമനില എന്നുള്ള ഓപ്ഷനൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയിട്ടെങ്കിലും ജയിക്കാം. അൽ നാസർ നല്ല അടിപൊളിയായിട്ട് ജയിച്ചു. അപ്പുറത്ത് അൽ ഹിലാൽ അവരൊരൊറ്റ ഗോളിനാണ് ജയിച്ചത് അൽ ഫത്തഹിനെതിരെ. അൽ ഹിലാലിന്റെ മാച്ചിൽ എഗെയിൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ നടന്നു എന്ന് പറഞ്ഞ് ഒപ്പണൻ കോച്ച് വരെ ഇപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നുണ്ട്. ബട്ട് പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ പെനാൽറ്റി. ഓക്കെ, 2 പ്ലേയേഴ്സും ബോളിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. ആൻഡ് അൽഫഹിന്റെ പ്ലെയർ ബോളിന് അടുത്ത് പോലും അല്ല, ആളാണ് ആ കാല് നീട്ടി കുലിഡാഡിന്റെ കാലുമ തട്ടിയത്. ഇതിന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ടീമിന്റെ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് അൽ നാസർ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഓരെ സംബന്ധിച്ച് സീസണിൽ ഇനി 8 മാച്ചസ് റിമൈനിങ്, എല്ലാതും ഫൈനൽ പോലെ കളിക്കുക, ജയിക്കുക, അത്രേ ഉള്ളൂ. കപ്പടിക്കണമെങ്കിൽ ഓരെന്നെ വേണമെന്ന് വെച്ച് കളിച്ച് ജയിക്കണം. ഇവിടെ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, അൽ നാസർ ഇങ്ങനെ ഫോമക്ക് വന്ന് ആ ഒരു വിന്നിങ് സ്ട്രീക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക്, ലീഗിന് ബ്രേക്കാ. ഇനി ഒരു 18 ദിവസം എന്തോ കളിയൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റോപ്പ് റിയൽ മദ്രിദ്. സിറ്റിക്കെതിരെയുള്ള ആ ഒരു അൺഎക്സ്പെക്റ്റഡ് അതുപോലെ ഷോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു വിന്നിന് ശേഷം ലാ ലീഗയിലെ വേഴ്സസ് എൽചെ. ആൻഡ് 4-1 അവർ ഈസി ആയിട്ട് തന്നെ ജയിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ വാൽവെർദി എഗെയിൻ ഒരു കിണ്ണങ്കാച്ചി ഗോള്, വാൽവെർദേക്ക് നോർമലായിട്ടുള്ള ഒരു കിണ്ണങ്കാച്ചി ഗോൾ. അതുപോലെ ആർദ ഗൂളർ സ്വന്തം ഹാഫിൻ്റെ
ഓ എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, കീപ്പറെ ലൈനിന്റെ പുറത്തുനിന്ന് കണ്ടപ്പോ ഞാൻ ട്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടി അങ്ങോട്ട് അടിച്ചു. സംഭവം പോയിട്ട് ഉള്ളിൽ കയറിയിട്ടോ. അതും കാണാൻ എന്തൊരു രസമുള്ള ഗോളാ. ഈ ഒരു ജയത്തിലും അതിൽ വന്ന കിടിലൻ ഗോളുകൾ, ഈവൻ റൂഡിഗർ സ്കോർഡ്, ഓക്കെ, അതും ഒരു കിടിലൻ വോളി. അതെല്ലാം കണ്ട് റയൽ മാഡ്രിഡ് ഫാൻസ് അത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു മാച്ചിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായത്. ഓക്കെ, ടോട്ടൽ 7 അക്കാഡമി പ്ലേയേഴ്സ് ഒക്കെയാണ് മാച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്താ പറയുക പിച്ചിൽ ഒരേ സമയം ഉണ്ടായിരുന്നത്. 7 അക്കാഡമി പ്ലേയേഴ്സ്. റയൽ മാഡ്രിഡിന്റെ കാര്യത്തിൽ അങ്ങനൊന്നും ഉണ്ടാവാറില്ല, നമുക്കറിയാലോ. ലാമാസിയെ പോലെ അല്ല ലാ ഫബ്രീക്ക. ലാലിഗയിൽ ഒരു ടൈറ്റിൽ റേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം 2 ടീമും ആ ഒരു ലീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ബൂട്ടിൽ ചെയ്തോളും. അതുകൊണ്ട് പിന്നെ അധികം ഒന്നും എക്സ്പെക്ട് ചെയ്യണില്ല. ബാർസേനി അങ്ങോട്ടുള്ള എല്ലാ മാച്ചസും ജയിച്ചാൽ അവർ ലാലിഗ അടിക്കും, അത്ര ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും കാലം ടൈറ്റിൽ റേസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ ഒരു ലീഗാണ് പ്രീമിയർ ലീഗ്. പക്ഷേ ഈ ഒരു മാച്ച് ഡേയോട് കൂടെ ഏകദേശം ടൈറ്റിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം മാഞ്ചസ്റ്റർ സിറ്റി ഡ്രോപ്പ് പോയിന്റ്സ് അഗെയിൻ. വെസ്റ്റ് ഹാമിനെതിരെ 1-1 ഡ്രോ. 2026 ഹാളണ്ടിന്റെ പെർഫോമൻസ് ആയാലും ഗോൾ സ്കോറിംഗ് റേഷ്യോ ആയാലും ഒക്കെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരികയാണ്. അതിങ്ങനെ കാണുന്നുണ്ടാന്ന് തോന്നുന്നു. സിറ്റി ഫാൻസ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഹാളണ്ടിനെ ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എക്സ്പെഷ്യലി ആളുടെ ഫോക്കസ് ഇപ്പോൾ ഫുള്ള് യൂട്യൂബിലാണ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ കാര്യത്തിലാണ്, അല്ലാതെ പിച്ചിൽ ഫുട്ബോൾ കളിക്കണ കാര്യത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പെപ്പിന്റെ കാലം കഴിഞ്ഞു, പെപ്പ് സിറ്റി വിട്ട് പോണെന്ന് വരെ പറയുന്ന കുറച്ച് ഫാൻസിനൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഫുട്ബോളിലെ പെപ്പിന്റെ യുഗം കഴിഞ്ഞോ, അതോ ഇത് ജസ്റ്റ് ഒരു നെഗറ്റീവ് ഫേസ് മാത്രമാണോ? ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റീസൺ എന്താ? ആഴ്സണൽ അവരുടെ മാച്ച് ജയിച്ചുകൊണ്ടിരിക്കുക. എവർട്ടനെതിരെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് 90-ാം മിനിറ്റിന് ശേഷം 2 ഗോൾ അടിച്ചിട്ടാണ് ഇവർ ജയിച്ചത്. അതും എവർട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം ഇവര് ഡിഫെൻസീവായിട്ടും അത്ര നന്നായി കളിച്ചു, അറ്റാക്കിംഗ് വൈസും ചില മൊമെന്റ്സിൽ ആഴ്സണലിനെക്കാളും നന്നായിട്ടൊക്കെ ഇവർ കളിച്ചതാ. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പിക്ഫോർഡിന് ചെറിയൊരു അബദ്ധം പറ്റി എന്ന് തന്നെ പറയാം. ആളൊരു ക്രോസ് ക്ലെയിം ചെയ്യാൻ വന്നതാ, തട്ടി മാറ്റാനൊക്കെ നോക്കി, പക്ഷേ കയ്യിൽ നിന്ന് പോയി. ആൻഡ് യോക്രസിന് ഓപ്പൺ പോസ്റ്റിലേക്കുള്ള ഒരു പാസ് വരണോ, ആള് ഫിനിഷ് ചെയ്യണോ. അത് കഴിഞ്ഞ് മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റില് എവർട്ടൺ ഒരു കോർണർ, പിക്ഫോർഡ് ഒന്നും നോക്കിയില്ല, ആളും കേറിപ്പോയി ആ ബോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റ് പീസ് ആഴ്സണൽ ക്ലിയർ ചെയ്യണോ, പിക്ഫോർഡിന്റെ മുന്നിന്ന് മാർട്ടിനെല്ലി, മാക്സ് ഡൗമൻ ആ ഒരു ബോൾ എത്തിച്ചു കൊടുക്കണോ. പിന്നെ ആ 16 വയസ്സുകാരന്റെ ഒരു വിളയാട്ടം, എല്ലാരും ഡ്രിബിൾ ചെയ്തു പോയി ആ ഒരു ഓപ്പൺ പോസ്റ്റിക്ക്. ആഴ്സണലിന്റെ സെക്കൻഡ് ഗോൾ. ആൻഡ് പ്രീമിയർ ലീഗിലെ ഏറ്റവും യങ് സ്കോറർ ആയിട്ടും ഡൗമൻ മാറിയിട്ടുണ്ട്. ചെക്കൻ 75-ാം മിനിറ്റിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ, പക്ഷെ ഇറങ്ങിയതിന് ശേഷം വലിയൊരു ഇമ്പാക്ട് തന്നെയാണ് ആൾ ഈ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഉണ്ടാക്കിയത്. കറന്റ്ലി സിറ്റി ഒരു മാച്ച് കുറച്ച് കളിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും 9 പോയിന്റിന്റെ ലീഡൊന്നും ആഴ്സണലിന് ബോട്ടിൽ ചെയ്യൂലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ ഇപ്പം എന്താ, ഇന്റർ മിയാമിക്ക് ഒരു മാച്ച് ഉണ്ടായിരുന്നു, MLS കളി 0-0, മെസ്സി കളിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ബൈ ബൈ.